ദൈവത്തിന് മഹത്വം. 1 ദിനവൃത്താന്ത പുസ്തകം 17 അധ്യായം 16 അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്തെന്നാൽ, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗൃഹവും എന്തുള്ളൂ? ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗൃഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന് ചെയ്ത ബഹുമാനത്തെക്കുറിച്ച് ദാവീദ് ഇനി എന്ത് പറയണ്ടു? നീ അടിയനെ അറിയുന്നുവല്ലോ. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വചനം നമുക്ക് ബോധ്യം തരുന്നു. പാപത്തിൻ്റെ സാധ്യതകളും പാപവിഷയങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. തൻ്റെ കുറ്റങ്ങളും പരാജയങ്ങളും എഴുതി വച്ചാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വിളിക്കുവാൻ യോഗ്യൻ അല്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി തന്നെ മാറ്റിയ 3 കാര്യങ്ങൾ: 1, അനുതാപമുള്ള ഹൃദയം; 2, ആരാധിക്കുന്ന ദൈവത്തിന് പാടുന്ന ദാവീദ്; 3, ഇന്നലകളിൽ നടത്തിയ ദൈവത്തോടുള്ള നന്ദി സൂചകമായി പ്രാർത്ഥനയിൽ താൻ നടന്നു വന്ന വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന അനുഭവം. ഇതെല്ലാം ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി മാറ്റി. ദാവീദ് പറയുന്നു, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗൃഹം എന്തുള്ളൂ? ഇത് മാത്രമല്ല, ഇനി വരും കാലത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന ശ്രേഷ്ഠകരമായ കാര്യങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നു. ഒരു വലിയ മനുഷ്യൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് അവനെ ആദരിക്കുന്നത് പോലെ നിലയിൽ എന്നെ ദൈവം മാനിച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും യോഗ്യനല്ല. എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. വീട്ടുകാർക്ക് വേണ്ടാത്തവൻ, അപ്പനും അമ്മയും മറന്നുപോയവൻ, സഹോദരങ്ങളുടെ നടുവിൽ അഹങ്കാരിയായി ചിത്രീകരിക്കപ്പെട്ടവൻ, വീട്ടിലെ വിരുന്നുശാലയിൽ ക്ഷണിക്കുവാൻ കഴിയപ്പെടാതെ മാറ്റി നിർത്തപ്പെട്ടവൻ, കാട്ടിൽ ആടുകളെ കൊണ്ട് മാത്രം ജീവിതം അവസാനിപ്പിക്കുവാൻ വിധിക്കപ്പെട്ടവൻ. അതിൻ്റെ നടുവിൽ ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. വചനം പറയുന്നു, പുൽപ്പുറങ്ങളിൽ നിന്ന് ദൈവം അവനെ എടുത്തു. ആ ദാവീദ് വന്ന വഴികൾ മറന്നില്ല. ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ താഴ്ചകൾ എന്തായിരുന്നു എന്ന് മറച്ചു വയ്ക്കുന്നില്ല. എനിക്കിനി എന്തെല്ലാം നേടാനുണ്ട് എന്ന് അത്യാഗ്രഹപ്പെടുന്നില്ല. ലഭിക്കാത്തതിനെക്കുറിച്ച് താൻ വ്യാകുലപ്പെടുന്നില്ല. അർഹിക്കാത്ത നന്മകൾ, പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ, ചോദിക്കാത്ത വിടുതലുകൾ, ആമേൻ,
ജീവിതത്തിൽ നൽകപ്പെട്ട ദാവീദ് പറയുന്നു, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. ഇന്നത്തെ ദിവസവും ഇല്ലായ്മകളെ നോക്കി, കുറവുകളെ നോക്കി, ലഭിക്കാത്ത മറുപടികളെ നോക്കി, മറ്റുള്ളവരുമായി തുലനം ചെയ്ത് എത്തപ്പെടാത്ത മേഖലകളെ നോക്കി വിലപിക്കുവാനല്ല, ദൈവം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി നടത്തിയതും ജീവിതത്തിൽ കൊണ്ടുവന്ന പാതകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനത്രേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കർത്താവേ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളും നിറയ്ക്കണമേ. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.